എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു രസമാണ്, കേരള സ്റ്റൈൽ രസം. നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക്, 2-3 വെളുത്തുള്ളി അല്ലി, കറിവേപ്പില, ചുമന്നുള്ളി, തക്കാളി. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ശേഷം ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളത്തിനകത്ത് കുറച്ച് പുളി കൂടെ ഇട്ടേക്കുകയാണ്. ഇനി നമുക്ക് ഈ കുരുമുളകും ഒന്ന് ചതച്ചെടുക്കാം. കുരുമുളകും ചതയ്ക്കണം, വെളുത്തുള്ളിയും ഈ ചുമന്നുള്ളിയും കൂടെ ഒന്ന് നമുക്ക് ചതച്ചിട്ട് വരാം. നമ്മളിനി ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ അതിലേക്ക് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽ മുളകും കൂടെ അതിലേക്ക് ഇടാം. അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും ഇടാം. വറ്റൽ മുളക് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില, കറിവേപ്പിലയും കൂടെ ഇടുക. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കടുകൊന്ന് പൊട്ടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ, കുരുമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഇതിന് ശേഷം നല്ല അണക്കിലൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല അണക്കിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് ഇടാം. നമ്മൾ ഉപ്പ് കുറച്ചിട്ടു. ഉപ്പിട്ടതിന് ശേഷം നല്ല കണക്കിലൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിടുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് കുരുമുളകും ചുമന്നുള്ളിയൊക്കെ നല്ല കണക്കിലൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിനി അതിലേക്ക് എന്താണ് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി അതിലേക്ക് നമുക്ക് ഇടാം. തക്കാളിയും കൂടെ അതിലേക്കിട്ട് നല്ല കണക്കിന് വഴറ്റുക. കുറച്ച് സമയം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ട് നമുക്കിതൊന്ന് ഇപ്പോൾ ഏകദേശം ഇതൊന്ന് നല്ല കണക്കിന് തക്കാളി അങ്ങ് ഒരു നല്ല രീതിയിൽ അങ്ങ് വഴണ്ട, ഒരു മീഡിയം രീതിയിൽ വഴണ്ടാൽ മതി. അല്ലെങ്കിൽ അങ്ങ് കുഴഞ്ഞിരിക്കും തക്കാളി, അങ്ങ് രസത്തിനകത്ത് കുഴഞ്ഞ് കിടക്കും. അങ്ങനെ വേണ്ട, ഒരു മീഡിയം രീതിയിൽ ആയാൽ മതി. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയും കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു കുരുമുളക് ഇട്ടുകൊണ്ട് നല്ല എരിവ് കാണും കേട്ടോ. എരിവ് ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയെ ഇടുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് ഉലുവാപ്പൊടി, പിന്നെ കായം. കായം കുറച്ചല്ല, ഒരു നുള്ള് മതി, അല്ലെങ്കിൽ കായത്തിന് ചവയ്ക്കും. ഇത്രയും ഇട്ടതിന് ശേഷം നല്ല കണക്കിലൊന്ന് വഴറ്റി കൊടുക്കുക. ഈ വീഡിയോയും എടുക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ്
ഒരു ക്ലാരിറ്റി ഒന്നും വലുതായിട്ട് ഇല്ലാത്തത്. കണ്ടോ? ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന വാളംപുളിയില്ലേ, അതിങ്ങനെ പിഴിയണം. നല്ല കണക്കിന് പിഴിഞ്ഞ് എന്നെ സഹായിക്കാൻ എൻ്റെ മോളും കൂടെ ഉണ്ട് കേട്ടോ. പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഒഴിഞ്ഞ ശേഷം ഞാനാണെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഞെരടി കൊടുക്കും. ഇങ്ങനെ ഞെരടി കൊടുക്കും.